മാധ്യമ കുലപതിയും രാമോജി ഫിലിം സിറ്റി സ്ഥാപകനും ധിഷണാശാലിയുമായ രാമോജി റാവു അന്തരിച്ചു. 87 വയസ്സ് പ്രായമുണ്ടായിരുന്നു. തെലുങ്ക് ദേശത്തിനായി രാമോജി റാവു നൽകിയ സംഭാവനകൾ എത്ര വിവരിച്ചാലും മതിയാകില്ല. വിശേഷണങ്ങൾക്കെല്ലാം അപ്പുറമുള്ള പ്രതിഭാധനായിരുന്നു രാമോജി റാവു. TV, ഈനാട് എന്നുവേണ്ട നൂറുകണക്കിന് സംരംഭങ്ങളുടെ നെടുനായകനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത്. രാമോജി റാവു ഇന്ത്യൻ മാധ്യമരംഗത്തെ വിപ്ലവ പുരുഷനായി അറിയപ്പെടുന്ന ധിഷണാശാലി. ആന്ധ്രാപ്രദേശ് എന്ന സംസ്ഥാനത്തെ ലോക സിനിമാ ഭൂപടത്തിൽ ഇടം പിടിപ്പിച്ച സംരംഭകൻ. ഈനാട് എന്ന പത്രം തെന്നിന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക പരിസരത്ത് സൃഷ്ടിച്ച നിർണായക സ്വാധീനത്തിന് പിന്നിൽ രാമോജി റാവു എന്ന ദീർഘദർശിയായിരുന്നു. രാമോജി ഫിലിം സിറ്റിയിൽ പിറവികൊണ്ടത് ആയിരക്കണക്കിന് നിറപ്പകിട്ടാർന്ന സിനിമകൾ. പത്രപ്രവർത്തനം, സിനിമ, വിദ്യാഭ്യാസം, രാഷ്ട്രീയം, രാമോജി റാവു കൈവയ്ക്കാത്ത മേഖലകളില്ല. ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിൽ പെടരപ്പരുപുടി ഗ്രാമത്തിലെ ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ജനിച്ച് ലോകമറിയുന്ന മാധ്യമ വ്യവസായിയും ചലച്ചിത്ര നിർമ്മാതാവുമായുള്ള രാമോജി റാവുവിന്റെ വളർച്ച അതിശയിപ്പിക്കുന്നത്. കൃഷിയെയും കർഷകരെയും അടിസ്ഥാനമാക്കിയുള്ള മാസികയിലൂടെ രാമോജി റാവു തുടക്കം കുറിച്ചു. ഈനാട് പത്രം, ETV നെറ്റ്വർക്ക് തുടങ്ങി നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രമായ രാമോജി റാവു ഫിലിം സിറ്റി, ഉഷാ കിരൺ മൂവീസ് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമയിലേക്കുള്ള യാത്ര കഠിനാധ്വാനത്തിലൂടെയായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ തീം പാർക്കും ഫിലിം സ്റ്റുഡിയോയും രാമോജി ഫിലിം സിറ്റിയിലാണ്. തെലുങ്ക് രാഷ്ട്രീയത്തിൽ സുപ്രധാന പങ്കാണ് രാമോജി റാവു വഹിച്ചത്. മാർഗദർശി ചിറ്റ് ഫണ്ട്, രമാദേവി പബ്ലിക് സ്കൂൾ, ഉഷാ കിരൺ മൂവീസ് തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ. രാഷ്ട്രീയ രംഗത്തെ സംസ്ഥാന ദേശീയ നേതാക്കളുമായുള്ള അടുത്ത ബന്ധം. വിവിധ മേഖലകളിലെ സംഭാവനകൾക്ക് 2016 പത്മവിഭൂഷൺ നൽകിയാണ് രാജ്യം രാമോജി റാവുവിനെ ആദരിച്ചത്. മയൂരി, പ്രതിഘാതന, മൗനപോരാട്ടം, മനസ്സു മമത, ചിത്രം, സുവേ കാവലി തുടങ്ങി നിരവധി ക്ലാസിക് സിനിമകളുടെ നിർമ്മാതാവ്. 87 വയസ്സിൽ ഹൈദരാബാദിലെ സ്റ്റാർ ഹോസ്പിറ്റലിൽ പുലർച്ചെയാണ് അന്ത്യം സംഭവിച്ചത്. ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് രാമോജി റാവുവിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് 24.